ഓറൽ അൾസേഴ്സ്, വായ്പുണ്ണുകൾ. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ടാണ് വായ്പുണ്ണ് വരുന്നത്, വ്യത്യസ്തമായ വായ്പുണ്ണുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന വായ്പുണ്ണ്, വായിൽ ആഫ്റ്റസ് അൾസർ എന്ന് പറഞ്ഞ് നമുക്കൊക്കെ വരാറുള്ള വായ്പുണ്ണ്, അത് വളരെ കോമൺ ആണ്. എല്ലാവരും അത് കോമൺ ആയിട്ട് അധികം വരുമ്പോൾ അത് ക്യാൻസർ ആണോ എന്ന് പേടിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വായ്പുണ്ണിന് പല റീസണാണ്. ഈ കോമൺ ആയിട്ട് വരുന്ന ചെറിയ വായ്പുണ്ണ് ആഫ്റ്റസ് അൾസേഴ്സിന് പല റീസൺസ് ഉണ്ട്. നമുക്ക് അനീമിയ ഒരു റീസൺ ആവാം, സ്ട്രെസ് ഒരു റീസൺ ആവാം, നമ്മുടെ ഇമ്മ്യൂണിറ്റി മോശമാണെങ്കിൽ അത് വരാം. അങ്ങനെ പല റീസൺസ് ഉണ്ട്. ബ്ലഡ് കൗണ്ട് കുറഞ്ഞാൽ വരാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു വായ്പുണ്ണാണ്. പിന്നീട് വായിൽ എന്തെങ്കിലും തട്ടിയിട്ട്, ട്രോമ, പല്ല് തട്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസ്, ഫുഡിൻ്റെ ഒരു സാധനം തട്ടിയിട്ട് ട്രോമ ഇൻഡ്യൂസ് ചെയ്യുന്ന അൾസേഴ്സ്, ട്രോമാറ്റിക് അൾസേഴ്സ് എന്നുള്ള അതാണ് ആക്ച്വലി ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള വായ്പുണ്ണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിയാണ്ട് തട്ടിയിട്ട് വരുന്നതാണ്. അത് യൂഷ്വലി ഒരു 2 weeks കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഹീലാവുന്ന ഒരു ടൈപ്പ് അൾസേഴ്സ് ആണ്. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. വേണമെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. വല്ല ഓയിൻമെൻറ്റ്സ് അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് വേദന ഉണ്ടാക്കാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം. ഇതിനെയാണ് ട്രോമാറ്റിക് അൾസേഴ്സ് എന്ന് പറയുന്നത്. ഇനി അലർജീസ് കൊണ്ട് വായ്പുണ്ണുണ്ടാവാം. പല അലർജീസ്, നമുക്കിപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് കഴിയുമ്പോൾ, ടൂത്ത് പേസ്റ്റ് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണായിട്ട് തന്നെ പല ടൈപ്പ് അലർജീസ് കൊണ്ട് നമുക്ക് വായ്പുണ്ണുണ്ടാവാം. അതിനെ നമുക്ക് ആൻറ്റി അലർജിക് എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫെക്ഷൻസ്, നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗസ് ഇൻഫെക്ഷൻ, ഇങ്ങനെ പല ഇൻഫെക്ഷൻസ് കൊണ്ട് നമുക്ക് വായ്പുണ്ണുണ്ടാകും. എസ്പെഷ്യലി വൈറൽ ഇൻഫെക്ഷൻ, ഹെർപ്പിസ് പോലുള്ള വൈറൽ ഇൻഫെക്ഷൻ വൈഡ് സ്പ്രെഡ് ആയിട്ട് വായ്പുണ്ണുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്കൊരു 2 weeks ഹീലാവും. ട്യൂബർക്കുലോസിസ് പോലുള്ള ഡിസീസസ് വായിൽ വലിയ പുണ്ണുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതും ആൻറ്റി ട്യൂബർക്കുലസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഹീലാവാറുണ്ട്. കോമൺ ഫംഗസ് ഇൻഫെക്ഷൻ വായിൽ ചെറിയ പുണ്ണുകൾ ഉണ്ടാക്കാറുണ്ട്. സോ അങ്ങനെ പല ഇൻഫെക്ഷൻസും നമുക്ക് വായിൽ പുണ്ണുണ്ടാക്കാറുണ്ട്. ബേൺസ്, നമുക്ക് ഈ ട്രോമ പോലെ തന്നെ ബേൺസ്, പൊള്ളലേക്കുക. നമ്മളിപ്പോൾ ചിലവർ നല്ല ക്യാൻഡീസ് കഴിക്കുമ്പോൾ വായിൽ അണ്ണാക്കിൻ്റെ ഭാഗത്ത് പുണ്ണും പൊള്ളലും ഉണ്ടാവാറുണ്ട്. ചൂടുള്ള ഭക്ഷണങ്ങൾ അറിയാണ്ട് പിസ്സ ബേൺസ് എന്നൊക്കെ പറയും. പിസ്സ ബേൺസ് ഹോട്ടായിട്ടുള്ള പിസ്സ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അണ്ണാക്കിൽ വരുന്ന ബേൺസിനെയാണ് പിസ്സ ബേൺസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വായ്പുണ്ണുണ്ടാവാറുണ്ട്. ഇതിനൊക്കെ ഉപരി മാലിഗ്നൻസി, ക്യാൻസർ എന്ന് പറയുന്ന വിഭാഗത്തിലും വായ്പുണ്ണുണ്ടാവാറുണ്ട്. പക്ഷേ എല്ലാ അൾസേഴ്സും ക്യാൻസർ ആയിട്ടുള്ള പുണ്ണാണ് എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ക്യാൻസർ ആയിട്ടുള്ള വായ്പുണ്ണുകൾക്ക് അൾസേഴ്സിന് അതിൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ട്. ഈസി ആയിട്ട് ഒരു ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ എല്ലാ അൾസേഴ്സിനും കൃത്യമായ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുകയും അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. സോ നിങ്ങൾ ആവശ്യമില്ലാണ്ട് എല്ലാ വായ്പുണ്ണുകളെയും ക്യാൻസർ ആണെന്ന് തെറ്റിദ്ധരിച്ച് എപ്പോഴും ഗൂഗിൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കരുത്. സോ എല്ലാം അങ്ങനെ ആവണം എന്നില്ല. നമുക്ക് എല്ലാ അൾസേഴ്സിനും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. താങ്ക് യു.